രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രന് ആ വൃക്ഷത്തിന്റെ ചുവട്ടില് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ വിശ്രമസ്ഥാനം ഒരുക്കി ലക്ഷ്മണകുമാരൻ. അതൊരുക്കാൻ വേണ്ടിയിട്ട് സുമന്ത്രരും കൂടെ കൂടി അങ്ങനെ ഉടനെ തന്നെ വിശ്രമസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. രാമനോട് വിശ്രമിക്കാൻ സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നിട്ട് അധികം ദൂരമല്ലല്ലോ ശൃംഗവേരപുരം. തത്ര രാജ ഗുഹോ നാമ രാമസ്യ ആത്മസമ സഖാ. ശ്രീരാമചന്ദ്രന് തന്റെ ആത്മാവ് പോലെ അത്ര കണ്ട് പ്രഗാഢമായ സ്നേഹമുള്ള കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഗുഹൻ എന്നാണ്. അദ്ദേഹത്തിന്റെ രാജ്യമാണത്. ആ രാജ്യത്തിന്റെ ഉള്ളിലാണ് ഇപ്പോ രാമൻ എത്തിച്ചേർന്നിരിക്കുന്നത്. പട്ടണം തൊട്ടു ചേർന്ന് തന്നെ ശൃംഗവേരപുരം എന്ന് അതിന് പേര്. അവിടെ ഗുഹൻ എന്നു പേരായ രാജാവുണ്ട്. അദ്ദേഹം നിഷാദ ജാത്യോ ബലവാൻ. അദ്ദേഹം നിഷാദ ജാതിയിൽ പിറന്നയാളാണ്. അദ്ദേഹം മത്സ്യങ്ങളെ കൊണ്ട് ഉപജീവിക്കുന്ന ജനങ്ങളുടെ സമൂഹത്തില് പിറന്നയാളാണ് അദ്ദേഹം. ധാരാളം വഞ്ചിയിൽ കൂടി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെയുള്ളയാള് എന്ന് മാത്രമല്ല വലിയ സൈനിക ശക്തിയാണ് അദ്ദേഹം. വലിയ സൈന്യമുണ്ട്. അങ്ങനെയുള്ള ബലവാനായിരിക്കുന്ന നല്ല കരുത്തനായിരിക്കുന്ന വലിയ അഭ്യാസിയായിരിക്കുന്ന ഗുഹൻ രാമന്റെ അടുത്ത കൂട്ടുകാരൻ. രാമന് തന്റെ ആത്മാവ് തന്നെയാണ് ഗുഹൻ. അവിടെ ശൃംഗവേരപുരത്തുണ്ട്. ഗുഹൻ ഉടൻ തന്നെ അറിഞ്ഞു രാമൻ അവിടെ എത്തിച്ചേരുമ്പോ. ഗുഹന്റെ സൈനികര് ഈ വൃത്താന്തം ഗുഹനെ അറിയിച്ചു. സശ്രുത്വ പുരുഷവ്യാഘ്രം രാമം വിഷയമാഗതം. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ തന്റെ വിഷയത്തിലേക്ക്, നാട്ടിലേക്ക്, തന്റെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ വാർത്ത തന്റെ സൈനികരിൽ നിന്നിട്ട്, ഉദ്യോഗസ്ഥരിൽ നിന്നിട്ട് അറിഞ്ഞു ഗുഹനുണ്ടായതായ സന്തോഷത്തിന് അതിരില്ല. ഗുഹൻ എന്ത് ചെയ്തു? വൃദ്ധൈഹി പരിവൃതോമാത്യൈഹി ജ്ഞാതിഭിശ്ചാപ്യുവാഗതഃ. ഉടനെ തന്നെ രാമൻ എതിരേൽക്കാനായിട്ട് പുറപ്പെടുകയാണ്. അതിനു വേണ്ടത് എല്ലാ സന്നാഹങ്ങളുമായിട്ട് പുറപ്പെടുകയാണ്. വളരെയേറെ വൃദ്ധന്മാരായിരിക്കുന്ന അമാത്യന്മാരോടൊപ്പം. പ്രായം കൊണ്ടുള്ള വാർദ്ധക്യമുണ്ട് പലർക്കും, പിന്നെയോ അറിവ് കൊണ്ടുള്ള വാർദ്ധക്യത്വമുണ്ട് പലർക്കും. ജ്ഞാനവൃദ്ധന്മാരാണ് പല മന്ത്രിമാരും. അതേപോലെ തന്നെ കർമ്മ കുശലതയിലും വാർദ്ധക്യത്തെ പ്രാപിച്ച ആളുകൾ, അതിലും വളരെയേറെ മുന്നേറിയ ആളുകൾ. ഇങ്ങനെ വൃദ്ധന്മാരായിരിക്കുന്ന നല്ല സമർത്ഥന്മാരായിരിക്കുന്ന അമാത്യന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ബന്ധുജനങ്ങളോടൊപ്പം വേണ്ടുന്നതായ സംഭാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഗുഹൻ വളരെ വേഗത്തില് ഓടി ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ആ യുഗതി വൃക്ഷത്തിന്റെ നേരെ ചെല്ലുകയാണ്. ശ്രീരാമചന്ദ്രൻ കണ്ടു ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന അവസരത്തിൽ ദൂരെ നിന്ന് അതാ തന്റെ കൂട്ടുകാരൻ വളരെ വേഗത്തിൽ വരുന്നു. അദ്ദേഹത്തോടൊപ്പം വലിയ ഒരു ജനാവലിയുമുണ്ട്. ഇത് കണ്ടിട്ട് രാമൻ എന്ത് ചെയ്തു? സഹ സൗമിത്രണാരാമ സമാഗച്ഛത് ഗുഹേനസ. ആ വൃക്ഷച്ചുവട്ടിൽ നിന്നിട്ട് നേരെ നടക്കാൻ തുടങ്ങി രാമൻ. ഗുഹനെ അങ്ങോട്ട് ചെന്ന് രാമൻ സൽക്കരിക്കാണ്. അങ്ങോട്ട് ചെന്ന് ഗുഹന്റെ ആ സൽക്കാരത്തെ സ്വീകരിക്കുകയുമാണ്. ലക്ഷ്മണനോടൊപ്പം രാമൻ ഗുഹന്റെ നേരെ ചെന്നു. ഗുഹനാണെങ്കിൽ ഇങ്ങോട്ട്
തന്റെ ബന്ധുജനങ്ങളോടൊപ്പം അമാത്യന്മാരോടൊപ്പം ഓടി വരികയാണ്. അങ്ങനെ അടുത്തെത്തിയപ്പോഴോ തമാർത്ത സംപരിഷ്വജ്യ ഗുഹോ രാഘവമബ്രവീത്. രാമൻ ഗുഹനെ ആലിംഗനം ചെയ്തു. അതേപോലെ തന്നെ ഗുഹൻ രാമനെയും ആലിംഗനം ചെയ്തു. ഏറെ കാലത്തിന് ശേഷം അവർ തമ്മിൽ കാണുകയാണ്, അടുത്ത സുഹൃത്തുക്കൾ. അങ്ങനെ കാണുന്ന അവസരത്തില് അവർക്കുണ്ടാകുന്നതായ ആ ഭാവതരംഗങ്ങൾ, ഹൃദയത്തിലെ ഭാവതരംഗങ്ങൾ, അത് അവര് രണ്ടുപേരെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണ് അർത്ഥഃ എന്നിങ്ങനെ പറഞ്ഞു വെക്കാനുള്ള കാരണം. അങ്ങനെ അവർ ആലിംഗനം ചെയ്തിട്ട് ഗുഹൻ രാഘവം അബ്രവീത്, രാഘവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന ആ മഹാഭാഗ്യം ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തോട് പറഞ്ഞു, യഥാ അയോധ്യ തഥേദം തേ രാമ കിം കരവാണി തേ. അല്ലയോ രാമ, അയോധ്യ അങ്ങയുടെ സ്വന്തം നാട്, അത് തന്നെയാണ് ഈ നാടും അങ്ങയുടെ സ്വന്തം നാടാണ്. ഏത് പ്രകാരത്തിലാണോ അയോധ്യ അങ്ങയ്ക്ക് സ്വന്തമായിരിക്കുന്നത്, അങ്ങയ്ക്ക് സ്വാതന്ത്ര്യമുള്ളതായിരിക്കുന്നത്, അങ്ങയ്ക്ക് അധികാരമുള്ളതായിരിക്കുന്നത്, അങ്ങയ്ക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്, ബന്ധുജനങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നത്, അതേ പ്രകാരത്തിൽ അയോധ്യ പോലുള്ള അങ്ങയുടെ സ്വന്തം നാടാണ് ഈ നിഷാദ രാജ്യം. ഇത് രണ്ട് രാജ്യമല്ല. അല്ലയോ രാമ, അങ്ങയെ സേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാമ, എന്താണ് ഞാൻ അങ്ങയ്ക്ക് സേവയായി ചെയ്യേണ്ടത്? ഗുഹൻ രാമനോട് ചോദിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, അല്ലയോ രാമ, എന്റെ ഭാഗ്യം, ഈ ലോകത്തിൽ ആർക്കാണ് ഈ പ്രകാരത്തിലുള്ളതായ ഭാഗ്യം കൈവരിക? ഈദൃശം ഹി മഹാബാഹോ കഃ പ്രാപ്സ്യതി അതിഥിം പ്രിയം. ഈ രീതിയിൽ പ്രിയപ്പെട്ട അതിഥിയെ ഈ ലോകത്തിൽ ആർക്കാണ് കിട്ടുക? ആർക്കും കിട്ടില്ല. അത് എനിക്കിതാ ലഭിച്ചിരിക്കുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഗുഹനും രാമനും തമ്മിൽ കാണുന്ന ഈ സന്ദർഭം എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മുഹൂർത്തമാണ്. രാമായണത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു മുഹൂർത്തമാണ്. ആ കൂട്ടുകാർ തമ്മിലുള്ളതായ സ്നേഹം എന്ന് മാത്രമല്ല, നാം ഓർക്കണം, സൂര്യവംശ രാജകുമാരനാണ് രാമൻ. ഗുഹൻ ആരാണ്? നിഷാദ രാജാവ്. ആ ഗുഹനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യാൻ രാമന് അതീവ കൗതുകം, അതീവ സ്നേഹം, അതീവ ആവേശം. അതുകൊണ്ട് രാമനൊരു കുറവും ഉണ്ടായില്ല. എന്താ കാരണം? ഇത് നമ്മളോട് വിളിച്ചു പറയുന്നു. അന്ന് ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്ന് ഭേദഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല, ജാതിഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ ചുറ്റുപാടുകൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തെ കരുപിടിപ്പിക്കുന്നു. ഭൂമി നമുക്ക് നൽകുന്നതായ ആവശ്യമുള്ള വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കളും, അതേപോലെ തന്നെ പാനം ചെയ്യാനുള്ള വസ്തുക്കളും, വീട് നിർമ്മിക്കാനുള്ള വസ്തുക്കളും, അതേപോലെ ഗ്രാമങ്ങൾ നിർമ്മിക്കാനുള്ളതായ സൗകര്യങ്ങളും, നഗരങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളും, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോരുത്തരും ജീവിക്കുന്നു. ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും പല പ്രകാരത്തിലുള്ളതായ തൊഴിലുകൾ ആവശ്യമാണ്, പല പ്രകാരത്തിലുള്ള പദാർത്ഥങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ ഓരോരുത്തരും ഓരോന്ന് ചുമതല ഏറ്റെടുത്ത് അത് ചെയ്യും. എല്ലാം തുല്യമാണ്. ഒന്നിലും വലിയ ഔന്നത്യവുമില്ല, ഒന്നിനും താഴ്ചയുമില്ല. അത് ആരുടെയും വിഭാഗത്തെ നിർണയിക്കുന്നുമില്ല. സമൂഹത്തിന് വേണ്ടുന്ന സകല തൊഴിലുകളും, ഗ്രാമത്തിന് വേണ്ടുന്ന മുഴുവൻ തൊഴിലുകളും, നഗരത്തിന് വേണ്ടുന്ന മുഴുവൻ തൊഴിലുകളും ആ നഗരത്തിലുള്ളവർ ചെയ്യും, ഗ്രാമത്തിനുള്ളവർ ചെയ്യും. ഓരോ ഗ്രാമവും സ്വയം സമ്പന്നമാണ്. ആ ഗ്രാമത്തിന് വേണ്ടുന്നതെല്ലാം അവിടെ ഉണ്ടാക്കുന്നു, അതെല്ലാം അവിടെ വിനിയോഗിക്കുകയും ചെയ്യുന്നു.
ഓരോ നഗരവും സ്വയം പര്യാപ്തമാണ്. ആ നഗരത്തിന് വേണ്ടുന്നതെല്ലാം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അവിടെ ഉണ്ടാക്കുന്നു, അത് അവിടെ വിനിയോഗിക്കുന്നു. ഇതാണ് ഭാരതത്തിലെ പണ്ടത്തെ നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും സംവിധാനത്തിന്റെ, ഭരണ സംവിധാനത്തിന്റെയും അതേപോലെ തന്നെ പ്രവൃത്തി സംവിധാനത്തിന്റെയും സമൂഹ സംവിധാനത്തിന്റെയും ക്രമം. എല്ലാം സ്വയം പര്യാപ്തത. മഹാത്മജി ഈ സ്വയം പര്യാപ്തതയെ നമ്മെ പഠിപ്പിച്ചു. വീണ്ടും അതിനുവേണ്ടിയുള്ള കരുത്ത് അതിനു മുമ്പേ തന്നെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് നൽകി. ഇപ്പോൾ നാം കൂടുതൽ സ്വയം പര്യാപ്തരാകേണ്ടതായ സാഹചര്യം വളരെയേറെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു. സ്വയം പര്യാപ്തിയിലേക്ക് നാം എല്ലാ മണ്ഡലത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ സഹായിക്കാൻ ഉള്ള ശക്തിയിലേക്ക് നാം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ മരുന്ന് നൽകി കോവിഡിനെ ദൂരീകരിച്ചവരാണ് നമ്മൾ. മറ്റാർക്ക് സാധിക്കാത്തതൊക്കെ നമ്മൾ ചെയ്തു. അതിനുള്ള ശക്തി നാം സമാഹരിച്ചു. ഇപ്പോ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റു പല സാഹചര്യങ്ങൾ ഭാരതം തൻകാലിൽ സമ്പൂർണമായും നിൽക്കാൻ ശേഷിയുള്ളതായി തീരണം എന്നുള്ള അവസ്ഥയെ സംജാതമാക്കിയിരിക്കുന്നു. ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളും ഓരോ നഗരങ്ങളും പണ്ടേ അങ്ങനെയായിരുന്നു. ഇത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. നമുക്ക് ഈ നാടിനെ സമ്പൂർണമായിട്ടും സ്വയം പര്യാപ്തമാക്കി തീർക്കാം. അവിടെയാണ് നാം വിജയിക്കുന്നതും ലോകം വിജയിക്കുന്നതും. നാം സമ്പൂർണമായ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുമ്പോഴേക്കും അതിന്റെ അനുഗ്രഹം ലോകത്തിന് മുഴുവൻ ഉണ്ടാകും. മരുന്ന് എല്ലായിടവും എത്തിച്ചതുപോലെ അനുഗ്രഹം ലോകത്തിനെല്ലാം ഉണ്ടാകും. അങ്ങനെ ലോകത്തിൽ പുഷ്ടിയും സമൃദ്ധിയും ശാന്തിയും സമാധാനവും വളർത്താൻ നമുക്കാകും. ഇങ്ങനെയുള്ള ജീവിതക്രമത്തെ രാമനും ഗുഹനും നമുക്ക് കാണിച്ചു തരുന്നു. ഗുഹനെ ആലിംഗനം ചെയ്യുന്ന രാമൻ, അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഗുഹൻ, ഈ രാജ്യം അങ്ങയുടേതാണ്, അങ്ങ് ഞങ്ങളെ ഭരിച്ചാലും എന്നാവശ്യപ്പെടുന്ന ഗുഹൻ. എല്ലാ മനുഷ്യർ തമ്മിലും അവിടെ തികഞ്ഞ സാഹോദര്യമാണ്. ഉയർന്നയാളുമില്ല താണയാളുമില്ല, എല്ലാവരും ഒരേ രീതിയിലാണ്. ഈ തുല്യതയാണ് സനാതന ധർമ്മത്തിന്റെ ആദർശം. ഈ തുല്യതയാണ് സനാതന ധർമ്മത്തെ ആയിരത്താണ്ടുകളിലൂടെ നിലനിർത്തി പോന്നത്. ഈ തുല്യതയാണ് സനാതന ധർമ്മത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ തുല്യതയാണ് സനാതന ധർമ്മത്തിന്റെ ശക്തി. ഈ തുല്യതയാണ് ശാന്തിയുടെ മഹാമന്ത്രം. ഈ തുല്യതയാണ് ലോകത്തിന് ഇന്നും എന്നും ആവശ്യമായിട്ടുള്ളത്. അത് ഇവിടെ ഈ ശൃംഗവേരപുരത്ത് നടന്ന ഈ സംഭവം നമുക്ക് പ്രായോഗികമായിട്ട് നേരിട്ട് കാണിച്ചു തരുന്നു, അനുഭവപ്പെടുത്തി തരുന്നു. അല്ലയോ രാമ, അങ്ങയെ പോലുള്ള ഒരു അതിഥിയെ ഈ ലോകത്തിൽ ആർക്കാണ് ഇങ്ങനെ കിട്ടുക എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഗുഹൻ രാമനെ പൂജിക്കാൻ വേണ്ടിയിട്ട്, രാമന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങളെല്ലാം കൊണ്ടുവരാൻ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അവയെല്ലാം വന്നു കഴിഞ്ഞു. ഗുഹൻ എന്ത് ചെയ്തു? തന്റെ കരങ്ങൾ കൊണ്ട് അർഘ്യവും പാദ്യവും ഒക്കെ രാമന്റെ മുന്നിൽ സമർപ്പിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് രാമനോട് പറഞ്ഞു, അല്ലയോ മഹാബാഹു, അങ്ങയ്ക്ക് സ്വാഗതം, അങ്ങയ്ക്ക് സ്വാഗതം, അങ്ങയ്ക്ക് സ്വാഗതം. രാമനെ കൂട്ടുകാരനായ ഗുഹൻ സ്വാഗതം ചെയ്യുന്നു. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന പരമമായ ആദർശങ്ങളെ വാൽമീകി രാമായണത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് പഠിക്കാം. നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാം. നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നതായ ആ പാഠങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് ലോകത്തിന് നൽകാം. അത് നമുക്ക് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാം. അതിന് ഗുരുക്കന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ,
നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.